ട്രാഡിഷണൽ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ മലയാളത്തിലെ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഏറ്റവും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നിർമ്മാണ കമ്പനി ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടി കമ്പനിയാണെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കങ്ങളുമില്ല. അത് നമ്മൾ മുൻകാലങ്ങളിലുള്ള പല വീഡിയോകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള പലരും പറയുകയും ഈ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒട്ടുമിക്ക പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണതെന്ന് പറയുന്നത്. അപ്പം മമ്മൂട്ടി കമ്പനി, അതായത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി ലാലേട്ടനെ പോലുള്ള ഒരാൾ അവരുടെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാര്യം നിരവധി, അതായത് ഇപ്പോഴത്തെ യുവാക്കളായിട്ടുള്ള സംവിധായകർ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രേക്ഷകർക്ക്, ഒരുപാട് ഡയറക്ടേഴ്സിന് ആഗ്രഹമുണ്ട് ഒരു സിനിമയിലെങ്കിലും മമ്മൂക്കയും ലാലേട്ടനും വരണം അല്ലെങ്കിൽ അഭിനയിക്കണമെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന സംവിധായകർക്ക് ഒരു ആഗ്രഹമുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ നിർമ്മിക്കണം. കാര്യം മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ ഏതാണ്ട് പകുതി ഭാഗം സേഫായി കഴിഞ്ഞു. കാര്യം പ്രേക്ഷകർ ആ കമ്പനിയിൽ വിശ്വസിക്കുന്നു. മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനിയിൽ പ്രേക്ഷകർ വിശ്വസിക്കുന്നുണ്ടെന്ന് ഇന്ന് കേരളത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും, അത് ഈ സിനിമാ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് പല ഡയറക്ടേഴ്സിൻ്റെ, അതായത് 5ാമത്തെ സിനിമ ടർബോ ഇറങ്ങുന്നതോടുകൂടി 6ാമത്തെ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് സംവിധായകർ അവർ തന്നെ പല ഇൻ്റർവ്യൂകളിലും വന്നിട്ട് മമ്മൂട്ടി കമ്പനി അവരുടെ സിനിമ നിർമ്മിക്കുന്നതായിട്ട്, ഇപ്പോൾ രഞ്ജൻ പ്രമോദ് ഉൾപ്പെടെയുള്ള, അരുൺ രാജ് ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ്, കൃഷാന്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മമ്മൂട്ടി കമ്പനി അവരുടെ സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പുറത്തു വരുന്ന വിവരം അനുസരിച്ചിട്ടുള്ള മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞ കണക്ക് രഞ്ജൻ പ്രമോദിൻ്റെയോ അല്ലെങ്കിൽ കൃഷാന്തിൻ്റെയോ അല്ലെങ്കിൽ അരുൺ രാജിൻ്റെയൊക്കെ സിനിമ ആ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുകയാണെങ്കിൽ ഉടനെ തുടങ്ങണമെന്നില്ല. എന്നാലും മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു സിനിമ, 6ാമത്തേന്ന് ഞാൻ പറയുന്നതിന് മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഗൗതം വാസുദേവ മേനോനാണ്. നമുക്കറിയാം അദ്ദേഹം നിരവധി തമിഴ് സിനിമകൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയോടൊപ്പം ബസുക്ക എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും, ആ ഒരു പരിചയം വഴിയായിരിക്കും മമ്മൂട്ടി കമ്പനിയിലേക്ക് ഒരുപക്ഷെ മമ്മൂക്കയുടെ ഒരു പ്രത്യേക ക്ഷണപ്രകാരമായിരിക്കും അദ്ദേഹം അത്തരത്തിലുള്ളൊരു സിനിമ ഏറ്റെടുക്കാനായിട്ട് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂക്ക നായകനാവുന്ന ഗൗതം വാസുദേവ മേനോൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമയായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതിനകത്ത് നായിക നയൻതാര ആയിരിക്കും എന്നല്ല, ഏറെക്കുറെ അക്കാര്യത്തിനകത്ത് ഉറപ്പാണ്. പക്ഷെ മറ്റൊരു വാർത്തയും കൂടെ അതിനോടൊപ്പം വരുന്നുണ്ട്. ഈ പ്രാവശ്യം മമ്മൂട്ടി കമ്പനിയോടൊപ്പം മാർട്ടിൻ പ്രകാട്ട്, അതൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം പടവും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടെ ഇപ്രാവശ്യം മമ്മൂട്ടി കമ്പനിയോടൊപ്പം സഹകരിച്ച ഒരു നിർമ്മാതാവായിട്ട് വരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്ക് ആ കാര്യത്തിനകത്തൊരു വിശ്വാസത്തിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് അതിൻ്റെ കാര്യങ്ങളാവുമ്പോഴേ അറിയൂ. ഇപ്പോൾ ഏതായാലും മമ്മൂട്ടി കമ്പനി ഇതിൻ്റെ നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും മമ്മൂക്കയും നയൻതാരയും ഗൗതം മേനോനോട് ഒരുമിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഷൂട്ട് തുടങ്ങട്ടെ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഷൂട്ട് തുടങ്ങാൻ സാധ്യത തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ മറ്റോ ആണ് മമ്മൂക്കയും മഹേഷ് നാരായണനും കുഞ്ചാക്കോ ബോബനും ഫാസ്റ്റ് ഫാസിൽ ഒന്നിക്കുന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നത്. അത് 90 ദിവസത്തോളം അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളും മറ്റുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആയിരിക്കാം മമ്മൂട്ടി കമ്പനിയുടെ ഗൗതം വാസുദേവ മേനോൻ്റെ സിനിമയിലേക്ക് പോകാനുള്ള സാധ്യത. ഏതായാലും മമ്മൂട്ടി കമ്പനിയുടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഈ വന്നുകൊണ്ടിരിക്കുന്ന വിജയങ്ങൾ തുടർന്നും മുമ്പോട്ട് പോട്ടെ. അതുവഴി മമ്മൂട്ടി കമ്പനിയുടെയും ആ വിശ്വാസം പ്രേക്ഷകരിൽ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.